പഞ്ചാബിൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ് കേട്ടോ. 7 മുതൽ 9 വരെ സീറ്റുകൾ പഞ്ചാബിൽ കോൺഗ്രസിനും ആം ആദ്മിക്ക് 0 മുതൽ 2 വരെ സീറ്റുകളും NDAക്ക് 2 മുതൽ 4 വരെ സീറ്റുകളുമാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഏകപക്ഷീയമായി കോൺഗ്രസ് വിജയിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. 2 സംസ്ഥാനങ്ങൾ നമുക്ക് എടുക്കാം. ഒന്ന് തമിഴ്നാട്, 2 പഞ്ചാബ്. തമിഴ്നാട്ടില് DMK പിന്തള്ളി BJP ഇപ്പോൾ DMKയേക്കാളും വലിയ പ്രതിപക്ഷ പാർട്ടിയായി മാറി. ഇവിടെയും സമാനമായ വിധത്തിൽ പഞ്ചാബില് ശിരോമണി അകാലിദളിന്റെ സീറ്റ് കൊടുക്കുന്നില്ല, സീറ്റില്ല. BJPയുടെ കൂടെ സഖ്യം ചേർന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങളൊന്ന് എടുക്കുക. ശിരോമണി അകാലിദൾ തകർന്ന് തരിപ്പണമായി, DMK തകർന്ന് തരിപ്പണമായി, മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടി ഇന്ന് രാഷ്ട്രീയ ചിത്രത്തിന്റെ ഭൂപടത്തിലില്ല എന്നുള്ളതാണ്. ശിവസേന വിഭജിച്ചു, പിളർത്തി. JDU ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള NCPയും ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു, NCPയും പിളർത്തി. അപ്പൊ ഇതാണ് BJPയുടെ കൂടെ ചേരുന്ന സഖ്യകക്ഷികളുടെ ഒരു പൊതു അവസ്ഥ.